നമസ്കാരം. നമ്മളൊക്കെ തേങ്ങ വറുത്തരച്ച് സൂക്ഷിച്ച് വെക്കാറുണ്ടല്ലോ. ഞാൻ സാധാരണ തേങ്ങ വറുത്തരച്ച് സൂക്ഷിച്ച് വെക്കും കേട്ടോ. ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ളത് തേങ്ങ ഒന്നോ രണ്ടോ വെള്ളം വറ്റിയ തേങ്ങ എടുത്തിട്ട് വറുത്തരച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ആവശ്യാനുസരണം അതിൽ നിന്ന് ഒന്നോ രണ്ടോ സ്പൂൺ എടുത്തിട്ട് ഞാൻ കറികളിലിടും. ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ ഒരു തേങ്ങയുടെ വറുത്തരച്ച് വെച്ചിട്ടാണ് ഞാൻ ചിക്കൻ കറിയൊക്കെ വെക്കാറ്. ഒരു മീഡിയം സൈസ് സവാള, വെള്ളം വറ്റാറായി തുടങ്ങിയ ഒരു തേങ്ങ, വറ്റൽമുളക്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ 2 പിടി കുരുമുളക്, ഒരു ചെറിയ പിടി ഉഴുന്ന്, ചെറിയ പിടി ഉലുവ, നല്ല ജീരകം, ഇതൊക്കെ ഇട്ടിട്ട് നല്ല രീതിക്ക് വറുത്ത് വെളിച്ചെണ്ണ ഒഴിക്കാതെ പാൻ ചൂടായ ശേഷം വറുത്തെടുത്തിട്ട് ഏകദേശം മൂപ്പെത്തി നല്ല രീതിക്ക് എണ്ണ തെളിഞ്ഞ് വരാറായി എന്ന് കാണുമ്പോൾ മാത്രമാണ് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വീണ്ടും നല്ല രീതിക്ക് വറുത്ത് ഒരു നല്ല ബ്രൗൺ ഷെയ്ഡ് ആയി വരുമ്പോൾ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇടും. അതിന് ശേഷം അത് നന്നായിട്ട് തണുത്ത ശേഷം ഇളക്കി നന്നായിട്ട് തണുത്ത ശേഷമാണ് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് വെള്ളം കൂട്ടാതെ അരച്ചിട്ട് നല്ല രീതിക്ക് വെള്ളം കൂട്ടാതെ അരച്ച് എണ്ണ തെളിഞ്ഞ് വരും. അരച്ചെടുത്തിട്ട് നന്നായിട്ട് തണുത്ത ശേഷം ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി ഫ്രീസറിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ സാധാരണ കറുത്ത കടലയില്ലേ, കടലക്കറിയോ വെള്ളക്കടലയോ അതും അല്ലെങ്കിൽ നമ്മളെ മുട്ട ഉണ്ടല്ലോ, പുഴുങ്ങിയ മുട്ട ഞാൻ ഉള്ളിയും അതൊക്കെ ഇട്ട് വാട്ടിയിട്ട് അതിനകത്ത് സാമ്പാറിന് അതൊക്കെ നമുക്ക് ഈ വറുത്ത കടല ആവശ്യാനുസരണം ഉപയോഗിക്കാം. 1-2 ആഴ്ചയൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഈ വീഡിയോയിൽ ജസ്റ്റ് വറുത്തരക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സ് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. താങ്ക് യു.